നമസ്കാരം. നമ്മളെല്ലാവരും മൊബൈലിൽ ഇന്ന് എന്ത് രംഗം കണ്ടാലും അത് വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് മുന്നിലെത്തിക്കാറുണ്ട്. ഇങ്ങനെ വീഡിയോകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ എത്ര ശ്രദ്ധിച്ച് വീഡിയോ എടുത്താലും നമ്മൾ കൈ അനക്കുന്നതിൻ്റെ ആ ഒരു വൈബ്രേഷൻ അത് വീഡിയോയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വീഡിയോയിൽ നല്ല ഷെയ്ക്ക് ഉണ്ടാവും. ഇങ്ങനെ വീഡിയോയിൽ ഷെയ്ക്കില്ലാണ്ട് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളതിന് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഡിവൈസാണ് വീഡിയോ സ്റ്റെബിലൈസർ. അതിന് ചുരുക്കെഴുത്ത് ഗിംബൽ എന്നൊക്കെ പലരും പറയും. ഇത് തന്നെ പല രീതിയിലുണ്ട്. 2 ആക്സിസ് 3 ആക്സിസ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ആ ക്യാമറ ജിംബലിൽ പിടിപ്പിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ തിരിയുന്നു, ചിലപ്പോൾ ഫ്രണ്ടിലേക്കാവാം, ചിലപ്പോൾ സൈഡിലേക്കാവാം, ഇങ്ങനെയൊക്കെ തിരിയുന്നതിന് ഓരോ ആക്സിസ് എന്ന് പറയുന്നു. അങ്ങനെ 3 ആക്സിസ് വരെ തിരിയുന്ന ജിംബലുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ജിയൂൺ എന്ന് പറയുന്നത് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വില കുറഞ്ഞ മറ്റൊരു ജിംബലാണ്. കാരണം ജിയൂൺ പരിചയപ്പെടുത്തിയപ്പോൾ പലരും പറഞ്ഞിരുന്നു അത് ബഡ്ജറ്റിൽ താങ്ങുന്നില്ല എന്ന്. നമുക്കിന്ന് വില കുറഞ്ഞ ഈ ഗാഡ്ജറ്റിനെ പരിചയപ്പെട്ട് നോക്കാം. എങ്ങനെയുണ്ടത്, നിങ്ങൾക്കിത് ഉപകാരപ്പെടുമോ എന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളെ പറ്റിയും ആപ്ലിക്കേഷനുകളെ പറ്റിയും മറ്റ് ടെക് സംബന്ധമായ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തുക. സബ്സ്ക്രൈബ് എന്നത് ബ്ലാക്ക് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അമർത്തണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും ഞാൻ ഓരോ വീഡിയോയും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എക്സ്കാം എന്ന കമ്പനിയുടെ സൈറ്റ് 2S എന്ന മോഡൽ ജിംബലാണ് നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. banggood.com ആണ് എനിക്കിത് റിവ്യൂവിനായി അയച്ചു തന്നത്. പാക്കേജിൽ സൈറ്റ് 2S ജിംബൽ കൂടാതെ ഒരു വെൽവെറ്റ് ബാഗും ഓപ്പറേഷൻ മാനുവലും ഉണ്ടായിരുന്നു. mm നീളവും 67 mm വീതിയും 60 mm കനവുമുള്ള 223 ഗ്രാം ഭാരമുള്ള ഈ ജിംബൽ പ്ലാസ്റ്റിക്കും മെറ്റലും കൊണ്ട് നിർമ്മിച്ചതാണ്. ജിംബലിന് മുകളിലായി പവർ സ്വിച്ചും സൈഡിലായി റൊട്ടേറ്റിംഗ് സ്യൂം കൺട്രോളറുകളും ചാർജിംഗ് ചെയ്യാനുള്ള പോർട്ടും കാണാം. ജിംബലിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് വലിച്ച് അത് നേരെയാക്കി അതിന്മേലുള്ള മൊബൈൽ ഫോൺ മൗണ്ടിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം. മൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതും സൈഡുകളിലായി മടക്കി വയ്ക്കാവുന്ന ക്ലിപ്പോട് കൂടിയതുമാണ്. ക്ലിപ്പുകൾ നേരെയാക്കി അത് വലിച്ചാൽ മൊബൈൽ മൗണ്ടിൽ നമുക്ക് മൊബൈൽ ഫിറ്റ് ചെയ്യാം. മൗണ്ടിൽ കറക്റ്റായി ബാലൻസ് ചെയ്ത് സെൻറ്ററിലായിട്ട് വേണം മൊബൈൽ ഫോൺ ഫിറ്റ് ചെയ്യാൻ, എന്നാലേ ജിംബൽ ശരിയായി വർക്ക് ചെയ്യൂ. മൗണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലിവർ ഏത് ഭാഗത്തേക്കും തിരിയുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. 3800 രൂപയാണ് ഇതിന് വില വരുന്നത്. 1000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഈ ജിംബലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ വരെ ജിംബൽ തുടർച്ചയായി ഉപയോഗിക്കാം. ഫോൺ കണക്ട് ചെയ്ത് ജിംബൽ ഓണാക്കിയാൽ ബാലൻസിങ് കറക്റ്റ് ആണെങ്കിൽ ജിംബൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇനി നിങ്ങൾക്ക് ജിംബൽ ഏത് രീതിയിൽ മൂവ് ചെയ്താലും ഷെയ്ക്ക് ആവാതെ ഫോണിലൂടെ ക്യാപ്ചർ ചെയ്യാനാകും. മുൻപ് ഞാനൊരു ജിംബൽ banggood.com നിന്നും തന്നെ ലഭിച്ചിരുന്നത് പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുമല്ലോ. സ്മൂത്ത് ക്യൂ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ അത്ര പെർഫോമൻസ് ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത്. അത് 3 ആക്സിസ് ജിംബലായിരുന്നു. മാത്രവുമല്ല നല്ല യൂസർ ഫ്രണ്ട്ലി ഡിസൈനുമാണ്. ഇത് ജിംബലിൻ്റെ സുഖം അത്രയൊന്നും തരുന്നില്ല എന്ന് തന്നെ തുറന്നു പറയാം. ബിൽഡ് ക്വാളിറ്റിയും അത്ര നന്നായി എനിക്ക് തോന്നിയില്ല. പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ്, പക്ഷേ സ്ക്വയർ രൂപമായതിനാൽ കയ്യിൽ പിടിക്കാൻ ഒരു സുഖക്കുറവ് തോന്നും. ഒരു ബിഗിനർ വ്ളോഗർക്ക് ജിംബൽ എന്താണെന്നറിയാൻ വാങ്ങി നോക്കാമെന്ന് മാത്രം. മറ്റൊരു ഗാഡ്ജറ്റുമായി നമുക്ക് ഗാഡ്ജറ്റ് ടൈമിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മേനോൻ.
Thank you.